എവരിവൺ, അഞ്ജു മിസ് ആണ്. മക്കളെ, നമ്മളുടെ ഓണപരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്നു. ഓഗസ്റ്റ് 13-ാം തീയതി പരീക്ഷ നടക്കാൻ പോവാണ്. അപ്പൊ മക്കളെ ശ്രദ്ധിച്ചിരുന്നോ, ചില ദിവസം 2 എക്സാം ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് എന്റെ കുട്ടികൾ പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ബേസിക് സയൻസിലെ ഉറപ്പായിട്ടും എക്സാമിന് വരുന്ന ചാപ്റ്റർ ആണ് വൈദ്യുതിയുടെ ലോകം, ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി. ഈ ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? മിസ് ഓരോ ക്വസ്റ്റ്യൻസും കാണിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക, എന്നിട്ട് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? റെഡി? Observe the pictures A, B, C in which the cells are connected in 3 different ways. 3 രീതിയിൽ സെല്ലുകളെ ബന്ധിപ്പിച്ച ചിത്രങ്ങൾ എ ബി സി നൽകിയിരിക്കുന്നത് നിങ്ങൾ നിരീക്ഷിക്കുക കേട്ടോ. ഇവ മൂന്നും ബാറ്ററി ഉണ്ടാക്കുന്നതിനുള്ള ശരിയായ രീതിയാണോ? ഏതാണ് തെറ്റായ രീതി? ഏതിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ലഭിക്കുന്നത്? അപ്പൊ നോക്കാം. ഡു ഓൾ ഓഫ് ദം represent the right way for making battery make ചെയ്യുന്നതിനുള്ള റൈറ്റ് വേ ആണോ നോക്കാം. which among them is wrong? which one will give more electricity? അപ്പൊ മക്കൾ ആദ്യത്തെ നോക്കിയേ, എ നോക്കിയേ. 2 സെല്ലുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇതൊരു ബാറ്ററി ആണോ? 2 സെല്ലുകൾ, അതായത് മോർ ദാൻ 1 സെൽസ് കൂടി ചേർന്നതിനെയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയാം, അല്ലെ? ഒന്നിലധികം ഇലക്ട്രിക് സെല്ലുകൾ കൂടി ചേർന്നവയാണ് നമ്മൾ ബാറ്ററി എന്ന് പറയാം. അപ്പൊ ഇവിടെ 2 സെല്ലുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഒരു സെല്ലിന്റെ പോസിറ്റീവിനോട് മറ്റൊരു സെല്ലിന്റെ നെഗറ്റീവ് ആണോ കണക്ട് ചെയ്തേ നോക്കാം. യെസ്, ഇവിടെ ഒരു സെല്ലിന്റെ പോസിറ്റീവിനോട് മറ്റൊരു സെല്ലിന്റെ നെഗറ്റീവ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു ബാറ്ററി ആണ്, അല്ലെ? ഓക്കെ, ശരി, ബാറ്ററി ആണ്. ഇനി ബി എന്റെ കുട്ടികൾ നോക്കിയേ. ഇവിടെ 3 ഇലക്ട്രിക് സെല്ലുകൾ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ഇവർ കണക്ട് ചെയ്ത രീതി ശരിയാണോ എന്നാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ഇലക്ട്രിക് സെല്ലിന്റെ പോസിറ്റീവും മറ്റൊരു ഇലക്ട്രിക് സെല്ലിന്റെ പോസിറ്റീവും തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ബാറ്ററി എങ്ങനെ കണക്ട് ചെയ്യാൻ പാടുണ്ടോ? പാടില്ല. ഒരു സെല്ലിന്റെ നെഗറ്റീവിനോട് മറ്റൊരു സെല്ലിന്റെ പോസിറ്റീവേ കണക്ട് ചെയ്യാവൂ, അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ പോസിറ്റീവിനോട് മറ്റൊരു സെല്ലിന്റെ നെഗറ്റീവേ കണക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇവിടെ തെറ്റാണ്. അപ്പൊ നമുക്ക് പറയാം ഇതിനകത്ത് ഏതാണ് തെറ്റായ രീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ആണ് തെറ്റായിട്ടുള്ള രീതി. ബി ആണ് തെറ്റായിട്ടുള്ള രീതി. അപ്പൊ നമുക്ക് വരയ്ക്കാം. ബി എന്താണ്? തെറ്റായിട്ടുള്ള രീതിയാണ്. ഓക്കെ, ഇനി സി നോക്കാം. സി തെറ്റാണോ ശരിയാണോ നോക്കാം. ഇവിടെ 3 സെല്ല് വരുന്നുണ്ട്, 3 സെല്ലുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ 3 സെല്ലുകൾ ഉള്ളത് കൊണ്ട് തന്നെ ബാറ്ററി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ അതിന്റെ കണക്ഷൻസും കൂടെ നോക്കണം. ഇവിടെ നോക്കിയേ, പ്ലസ് മൈനസ്, അല്ലെ? ഒരു സെല്ലിന്റെ പോസിറ്റീവിനോട് മറ്റൊരു സെല്ലിന്റെ നെഗറ്റീവ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഒരു സെല്ലിന്റെ പോസിറ്റീവിനോട് മറ്റൊരു സെല്ലിന്റെ നെഗറ്റീവ്. അപ്പൊ സി എന്ന് പറയുന്നത് ഒരു ബാറ്ററി ആണ്. അപ്പം എയും സിയും കറക്റ്റ് ആണ്. ശരിയായിരിക്കുന്നത് ഏതൊക്കെയാണ്? എയും സിയും ആണ്. ഓക്കെ, തെറ്റ് ബി ആണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്? which one will give more electricity? ഏതിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ലഭിക്കുക? അപ്പം കുട്ടികൾ ആലോചിക്കേണ്ട കാര്യം എന്താണ്? കുറേ ഇലക്ട്രിക് സെൽ ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക? വൈദ്യുതി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. 2 ഇലക്ട്രിക് സെല്ലുകൾ, അതായത് 2 ഇലക്ട്രിക് സെല്ലുകളുള്ള ബാറ്ററിനേക്കാളും എന്തിനായിരിക്കും കൂടുതൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക? 3 എണ്ണം ഉള്ളതാണ്. ഇനി നമ്മൾ 4 എണ്ണം ഇവിടെ കണക്ട് ചെയ്തു വിചാരിക്കുക. അപ്പൊ 4 എണ്ണം ഉള്ളതാണ് കുറേ വൈദ്യുതി കൊടുക്കുക. അപ്പൊ ഇവിടെ ഏതാണ്? സി ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മോർ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയാം. മോർ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, കൂടുതൽ വൈദ്യുതി തരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് LED? എന്താണ് LED ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ? അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ ഇപ്പൊ LED ബൾബ് ആയിരിക്കും അധികം ആളുകളുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇൻകാൻഡസെന്റ് ലാമ്പ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നു, അല്ലെ? ഇൻകാൻഡസെന്റ് ലാമ്പിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് ഇലക്ട്രിസിറ്റി ആവും, അതുപോലെ ഭയങ്കര ചൂടാവും, ഹീറ്റ് എനർജി ഒക്കെ ഉണ്ടാവും, അല്ലെ? വേസ്റ്റ് ആണ്, കുറെ എനർജി ലോസ് ഉണ്ടാവും. എന്നാൽ നമ്മൾ LED ഉപയോഗിക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ലൊക്കെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്, അല്ലെ? ഇലക്ട്രിസിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. കാരണം എന്താണ്? LED ബൾബുകൾ അധികം എനർജി ആവശ്യമല്ല, അധികം ഇലക്ട്രിക് എനർജി അവിടെ വേസ്റ്റ് ആവുന്നില്ല. അതുപോലെ ഭയങ്കരമായിട്ട് ചൂടാവില്ല, അതുകൊണ്ട് തന്നെ ഹീറ്റ് എനർജി വേസ്റ്റ് ആവുന്നില്ല. അതുപോലെ തന്നെ എന്താണ്? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അതായത് നമുക്ക് കുറെ കാലം കിട്ടും, അതുകൊണ്ട് ഒരുപാട് പൈസ ആവില്ല. അതേപോലെ എക്കോ ഫ്രണ്ട്ലി ആണ്, പരിസ്ഥിതി സൗഹൃദമാണ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് വേസ്റ്റ് അതായത് കുറെ കാലം നിൽക്കുന്നതുകൊണ്ട് തന്നെ അതൊരു വേസ്റ്റ് ആയിട്ട് അവിടെ കിടക്കുന്നില്ല. അപ്പം മിസ് ഇതാ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലെസ് എനർജി ലോസ് ആണ്, ഊർജ്ജ നഷ്ടം കുറവാണ്. അതുപോലെയോ ലാസ്റ്റ് ലോങ്ങർ, അതായത് കൂടുതൽ കാലം അത് എന്ത് ചെയ്യുന്നു? നിലനിൽക്കും എന്ന് പറയാം. അതുപോലെ ബ്രൈറ്റർ ലൈറ്റ് നമുക്ക് തരും, കൂടുതൽ തെളിച്ചുള്ള പ്രകാശം നമുക്ക് തരുന്നുണ്ട്. പിന്നെയോ എക്കോ ഫ്രണ്ട്ലി ആണ്, മിസ് നേരത്തെ പറഞ്ഞ പോലെ. അതുപോലെ കുറഞ്ഞ ചൂടാണ്. സേവ് മണി, നമുക്ക് എന്ത് പറയാം? പണച്ചിലവ്. എന്ത് പറയാം മക്കളെ? പണച്ചിലവ് കുറവ് എന്ന് പറയാം. പണച്ചിലവ് കുറവാണെന്ന് പറയാം.
ഓക്കെ. പിന്നെയോ യെസ്, ഡിഫറെന്റ് കളേഴ്സിലുണ്ട് അല്ലെ, വിവിധ നിറങ്ങളിലുള്ള LED ബൾബുകൾ അവൈലബിൾ ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ എക്സാമിന് ചോദിക്കുക. LEDന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഇൻകാൻഡസെന്റ് ലാമ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ഒരു സൊല്യൂഷൻ പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് നമുക്ക് LED ബൾബുകൾ ഉപയോഗിക്കാം എന്നൊക്കെ മക്കൾക്ക് പേപ്പറിൽ എഴുതാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Are the following circuits closed or open? Why? Analyze the figures and write down in the science diary. Okay. ചുവടെ നൽകിയിരിക്കുന്ന സർക്യൂട്ടുകൾ അടഞ്ഞതാണോ തുറന്നതാണോ എന്തുകൊണ്ട്? അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ സർക്യൂട്ട് എടുക്കാം. ഒന്നാമത്തെ സർക്യൂട്ട് എന്റെ കുട്ടികൾ നോക്കിയേ, വേഗം വീഡിയോ പോസ് ചെയ്ത് കമന്റ് ചെയ്തേ. ഇവിടെ നോക്കിയേ, തുറന്ന് കിടക്കുക. അവിടെ നിന്ന് തന്നെ നമുക്ക് പറയാം ഈ ബൾബ് കത്തില്ല, കാരണം ഇതിലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല, വൈദ്യുതി കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് ആണ്. ഓക്കെ ഓക്കെ, ഓപ്പൺ സർക്യൂട്ട് ആണ്. നമുക്ക് എന്ത് എഴുതാം? തുറന്ന സർക്യൂട്ട്. മലയാളത്തിൽ എന്ത് എഴുതാം? തുറന്ന സർക്യൂട്ട്. അങ്ങനെയാണ് രണ്ടാമത്തെ എന്താന്ന് എന്റെ കുട്ടികൾ വേഗം കമന്റ് ചെയ്തേ. സെക്കൻഡ് നോക്കിയേ, സെക്കൻഡ് അവിടെ ബൾബ് കത്തുന്നുണ്ട്, അതേപോലെ തന്നെ നോക്കി എവിടെയും തുറന്നൊന്നും കിടക്കുന്നില്ല. കണക്ഷൻ കറക്റ്റ് ആയിട്ട്, അതായത് ബാറ്ററിയിൽ നിന്നും കറക്റ്റ് ആയിട്ട് കണക്റ്റിംഗ് വയർ വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബാറ്ററിയുടെ 2 ടെർമിനലുകളിൽ നിന്നും കറക്റ്റ് ആയിട്ട് ബൾബുമായിട്ട് കണക്റ്റിംഗ് വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്ത് ഫ്ലോ ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട് എന്നൊക്കെ മക്കൾക്ക് അവിടെ എഴുതാം. അപ്പൊ ഈ സർക്യൂട്ട് എന്ന് പറയുന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്. ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ട്. ക്ലോസ്ഡ് സർക്യൂട്ടിന് മലയാളത്തിൽ നമ്മൾ എന്ത് പറയും? അടഞ്ഞ സർക്യൂട്ട്. ഓക്കെ, അടഞ്ഞ സർക്യൂട്ട്. ഇനി എന്തൊക്കെയാണ്, എന്താണ്, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മിസ് ഇപ്പം പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ ഓരോന്നായിട്ട് അങ്ങോട്ട് എഴുതി കൊടുത്താൽ മതി. എന്താണ്, ഇതിൽ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നു. ഇവിടെ എന്താണ്, ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും ബൾബിന്റെ ടെർമിനലുകളിലേക്ക്, പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിൽ നിന്നും കറക്റ്റ് ആയിട്ട് ബൾബിന്റെ ടെർമിനലുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യുതി അതിൽ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ബൾബ് അവിടെ പ്രകാശിക്കുന്നു. സോ ഇതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണ്, അടഞ്ഞ സർക്യൂട്ട് ആണ്. ഓപ്പൺ സർക്യൂട്ട് അഥവാ തുറന്ന സർക്യൂട്ടിനെ പറ്റി പറയുമ്പോൾ അവിടെ വൈദ്യുതി ഒഴുകുന്നില്ല, ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നില്ല. കാരണം അവിടെ ബാറ്ററിയുടെ നെഗറ്റീവ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് ടെർമിനലിൽ നിന്നും കറക്റ്റ് ആയിട്ട് ബൾബിന്റെ ടെർമിനലുമായിട്ട് കണക്റ്റിംഗ് വയർ കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇവിടെ ബ്രേക്ക് ആയി കിടക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഫ്ലോ ചെയ്യുന്നില്ല? ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നില്ല, വൈദ്യുതി ഒഴുകുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? അതൊരു തുറന്ന സർക്യൂട്ട് ആണ്, അതൊരു ഓപ്പൺ സർക്യൂട്ട് ആണ്. ക്ലിയർ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് 3 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്? ഇവരുടെ യൂസസ് എന്താണ് എന്നുള്ളത് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 ആൾക്കാരെ തന്നിട്ടുണ്ട്. 4 ആളുകളുടെയും യൂസസ് പട്ടികപ്പെടുത്തണം. അപ്പൊ 4 ആളുകളുടെയും പേരും കൂടെ മക്കൾ പഠിച്ചു വെക്കുക. ചിലപ്പം പേര് തരില്ല. ഇത് നമ്മളുടെ കട്ടിംഗ് പ്ലെയർ ആണ്. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ ഇലക്ട്രീഷ്യൻസ് ഒക്കെ വരാറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ ചിലപ്പം ഇലക്ട്രിക്കൽ വർക്ക് ഒക്കെ ചെയ്യുന്നവരുണ്ടാവും, അവരുടെ കയ്യിൽ ഇതാ ഈ ഉപകരണങ്ങളൊക്കെ കാണാം. അതല്ലേ നമ്മളെ വീട്ടിൽ എന്തായാലും ഇവരൊക്കെ എന്തായാലും ഉണ്ടാവും. സ്ക്രൂ ഡ്രൈവറും അതുപോലെ ടെസ്റ്ററൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുക, അത് കട്ടിംഗ് പ്ലെയർ ആണ്. ഇതാരാണ്? സ്ട്രിപ്പർ ആണ്. ഇതാരാണ്? സ്ക്രൂ ഡ്രൈവർ ആണ്. ഇനി ഇതാരാണ്? ടെസ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. കട്ടിംഗ് പ്ലെയറിന്റെ എന്താണ്? യെസ്, ഇലക്ട്രീഷ്യൻസ് ഒക്കെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ആ വയറൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ടിംഗ് പ്ലെയേഴ്സ് ഉപയോഗിക്കുന്നത്, വയർ മുറിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഇനി നമ്മൾ സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത് ഈ വയറിന്റെ ഒക്കെ മുകളിൽ ഇൻസുലേഷൻ ഉണ്ടാവില്ലേ, കോപ്പർ വയറിന്റെ ഒക്കെ മുകളിൽ ഇങ്ങനെ ഒരു റെഡ് ഇൻസുലേഷൻ ഇല്ലേ, ആ ഇൻസുലേഷൻ നമുക്ക് കളയണം അല്ലെ. നമ്മളിപ്പം ഇലക്ട്രീഷ്യൻസ് ഒക്കെ 2 വയേഴ്സ് ഒക്കെ ജോയിൻ ചെയ്യിക്കുന്ന സമയത്ത് അവർക്ക് അതിന്റെ പുറത്തുള്ള ഇൻസുലേഷൻസ് കളയണം. ആ ഇൻസുലേഷൻസ് കളയാൻ വേണ്ടിയിട്ടാണ് വയർ സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത്. വയർ സ്ട്രിപ്പേഴ്സ് ആർ യൂസ്ഡ് ടു റിമൂവ് ദ പ്ലാസ്റ്റിക് ഇൻസുലേഷൻസ് ഫ്രം വയേഴ്സ് വിത്തൗട്ട് കട്ടിംഗ് ദ വയർ ഇറ്റ്സെൽഫ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ ഇൻസുലേഷൻ നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത്. ഇനി നമ്മളുടെ സ്ക്രൂ ഡ്രൈവർ നമ്മൾ എന്തിനാ ഉപയോഗിക്കാറുള്ളത്? സാധാരണ നമ്മളുടെ സ്ക്രൂസ് ഒക്കെ ടൈറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ലൂസ് ആക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത് അല്ലെ. സ്ക്രൂ ഉറപ്പിക്കാനും ഇളക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത്. ഇനി ഇതാ ടെസ്റ്ററും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ടെസ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ടെസ്റ്റർ ഇപ്പം ഇലക്ട്രീഷ്യൻസ് ഒക്കെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ പറയുമ്പോൾ അവർ വീട്ടിൽ വരും അല്ലെ. നമ്മളെ വീട്ടിലിപ്പം കറണ്ട് ഇല്ല, അല്ലെങ്കിൽ ഇന്നും തീരെ നമ്മൾ വിളിച്ചു പറയും ഇലക്ട്രീഷ്യൻസ്, ഇന്ന് കറണ്ട് ഇല്ല, വെള്ളം അടിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല, പ്രശ്നമാണ്, പക്ഷെ ഞങ്ങളെ തൊട്ടടുത്ത വീട്ടിലൊക്കെ കറണ്ട് ഉണ്ട്, ഞങ്ങളെ വീട്ടിൽ മാത്രം എന്തോ പ്രശ്നം ഉണ്ട് എന്നൊക്കെ പറയും. അവസാനം അവർ വരും. അപ്പൊ അവർ വരുമ്പം അവർ ആദ്യം എന്ത് ചെയ്യും? പ്ലഗിലേക്ക് ഇതിട്ട് നോക്കും അല്ലെ. ഇതെന്താണ്? ടെസ്റ്റർ വെച്ചിട്ട് നോക്കും. അപ്പൊ ഇതിനകത്ത് ചെറിയൊരു LED പോലുള്ള ഒരാളുണ്ട്. LED പോലെ ഒരാളല്ല, ഒരു LED ബൾബ് ഉണ്ട്. അപ്പൊ അതിനകത്ത് പ്ലഗിലേക്ക് ഇടുമ്പോൾ
അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടെങ്കിൽ, കറണ്ട് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? അത് ഗ്ലോ ചെയ്യും, അത് കത്തും. അപ്പൊ അവർക്ക് മനസ്സിലാവും ഇവിടെ കറണ്ട് ഉണ്ട്, വേറെ എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാവും. അതല്ലാതെ നമ്മള് ഈ കൈയൊക്കെ ഇട്ട് നമുക്ക് നോക്കാൻ പറ്റുമോ കറണ്ട് ഉണ്ടോ എന്നുള്ളത്? അടിച്ചു പോവില്ലേ? അപ്പൊ ടെസ്റ്റർ എന്താണ്? ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എ ടെസ്റ്റർ ഈസ് യൂസ് ടു ചെക്ക് വെദർ ഇലക്ട്രിസിറ്റി ഈസ് ഫ്ലോയിങ് ത്രൂ എ വയർ, സ്വിച്ച്, സോക്കറ്റ് ഓർ ഇലക്ട്രിക്കൽ ഡിവൈസ്. അതായത് വൈദ്യുതി പ്രവാഹം പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇതാ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദ സർക്യൂട്ട് സിംബൽസ് ഫോർ ദ ഫോളോയിങ്. താഴെ പറയുന്നവയുടെ സർക്യൂട്ട് ചിഹ്നങ്ങൾ വരയ്ക്കുക. ഇലക്ട്രിക് സെല്ല് തന്നിട്ടുണ്ട്. ഒന്ന് എന്താണ് തന്നിരിക്കുന്നത്? സെല്ല്. പിന്നെ തന്നിരിക്കുന്നത് ഗ്ലോയിങ് ബൾബ്, പ്രകാശിക്കുന്ന ബൾബ്. പ്രകാശിക്കുന്ന ബൾബിന്റെ സിമ്പൽ വരയ്ക്കണം. കുറച്ച് സിമ്പിൾസ് എന്റെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പേപ്പറിൽ വരച്ചു നോക്കിയേ. പിന്നെ LED. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ഇലക്ട്രിക് സെല്ലാ. ഇലക്ട്രിക് സെൽ എങ്ങനെയാ? വേഗം പേപ്പറിൽ വരച്ചിട്ടുണ്ടോ? അങ്ങനെയാണ് മിസ് വരയ്ക്കാൻ പോവാണ്. ഇലക്ട്രിക് സെല്ലിൽ നമ്മൾ എങ്ങനെ വരയണം? ഒരു വലിയ വര, ഒരു ചെറിയ വര. ഇതെന്തായി? ഇലക്ട്രിക് സെല്ലായി അല്ലെ? വലിയ വര പോസിറ്റീവും ചെറിയ വര നെഗറ്റീവും ആണ്. ഇനി രണ്ടാമത്തെ എന്താ? ഗ്ലോയിങ് ബൾബാണ്, പ്രകാശിക്കുന്ന ബൾബ്. അപ്പൊ നമുക്ക് എങ്ങനെ വരയാം? ഒരു വട്ടം വരയാ, എന്നിട്ട് ഒരു ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുക. കഴിഞ്ഞോ? ഇല്ല, നമ്മൾ അതിന് ചുറ്റും ഗ്ലോയിങ് ബൾബ് അല്ലേ, ഇതിപ്പം പ്രകാശിക്കാത്ത ബൾബായി. നമ്മളോട് ഗ്ലോയിങ് ബൾബാ പറഞ്ഞത്. അപ്പൊ അതിന് ചുറ്റും എന്ത് ചെയ്യാ? കുറച്ച് സൂര്യനെ വരച്ചു കൊടുക്കുക. ഗ്ലോയിങ് ബൾബായി. ഇനി മൂന്നാമത്തേത് നമ്മളുടെ LED അല്ലെ? LED എങ്ങനെ വരയ്ക്കാം? യെസ്, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഓക്കെ, വരച്ചു. ദെൻ കഴിഞ്ഞോ? ഇല്ല, ഇവിടേക്ക് 2 ആരോ ഇട്ട് കൊടുക്കുക. എന്തായി? LED. അപ്പൊ മക്കൾ പ്രത്യേകം പഠിക്കേണ്ടത്, നമ്മുടെ സിമ്പിൾസ് സർക്യൂട്ട് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് LEDയും ബാറ്ററിയും ഒക്കെ ഇങ്ങനെ വരയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും സിമ്പിൾസ് പഠിച്ചു കഴിഞ്ഞാൽ. നമുക്ക് ഈസി ആയിട്ട് സർക്യൂട്ട്സ് ഒക്കെ വരയ്ക്കാൻ പറ്റും. അപ്പൊ ഓരോ സിമ്പലുകളും മക്കൾ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലെ ചിലപ്പം തരും, അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് തന്നിട്ട് ആ സർക്യൂട്ടിനകത്തുള്ള സിമ്പിൾസ് ഏതൊക്കെയാണെന്ന് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറയും. ABCD എന്ന് കൊടുത്തിട്ട് A ഏതാണ്, B ഏതാണ്, C ഏതാണ്, സ്വിച്ചിന്റെ അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. സ്വിച്ച് ചിലപ്പോൾ ഓൺ ആയിട്ടുള്ളത് ഉണ്ടാവും, ഓഫ് ആയിട്ടുള്ളത് ഉണ്ടാവും. ഈ സിമ്പിൾസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പൊ മക്കളെ, നമ്മളിതാ ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ഈ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇനിയും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സുകളൊക്കെ കിട്ടും. കാരണം നമ്മളെ ലൈവ് ക്ലാസ്സുകളൊക്കെ അവിടെ റെക്കോർഡിങ്സ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ കിട്ടും. അപ്പൊ തകൃതിയായിട്ട് ബാച്ചിൽ ക്ലാസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മക്കള് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു എമൗണ്ടിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. പലരും ചോദിക്കുന്ന കാര്യമാണ്, ഈ ഒരു എമൗണ്ടിൽ ഇനിയും ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു എമൗണ്ടിൽ നമ്മുടെ സ്കൈ ക്ലാസ് 7 സ്കൈ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലാസ് 7 സ്കൈ ബാച്ചിൽ എൻ്റെ കുട്ടിക്ക് ഈ ഒരു എമൗണ്ടിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം മക്കളെ, ഓൾ ദ വെരി ബെസ്റ്റ്, നന്നായിട്ട് പഠിക്കുക.